മതിയായില്ല നിനക്ക്? ഒന്നല്ല 9 നോട്ടീസാണ് എനിക്കെതിരായിട്ട്. നാളെ അസംബ്ലിയിൽ അവരെന്നെ പിച്ച് ചീന്തും. മുഖ്യമന്ത്രിക്ക് മകനെ കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം. അച്ഛൻ കിടന്ന് ബഹളം വെക്കാതെ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. എന്ത് തെളിച്ചു പറയാൻ? മകന്റെ അഴിഞ്ഞാട്ടത്തിന് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശസ്സുകൾ, പോലീസിനെ പാവയായി കയ്യിലടക്കി വെച്ചിരിക്കുന്ന മകൻ, ചീഞ്ഞിനാർന്ന ദുർഭരണം, നാടുകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ കറുത്ത കൈകൾ. ഇത്രയും പോരെ? ഇതിൽ കൂടുതൽ എന്ത് തെളിച്ചു പറയാൻ? ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ അച്ഛൻ തന്നെ അവർക്കെതിരായി ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? അന്ന് ഇതൊക്കെ പറയുമ്പോ നുണയായിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പൊ അതല്ലല്ലോ കാര്യം. ഇന്നിപ്പോ പ്രതിപക്ഷമാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നാളെ ഭരണകക്ഷി മുറുമുറു തുടങ്ങിയാൽ ഇപ്പൊ തന്നെ അവർ പലതും അറിയാം. തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. ഒരു പരിധി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല. അച്ഛനത് പറയുമെന്ന് എനിക്കറിയാം. എല്ലാം തുറന്ന് സമ്മതിച്ചേക്ക്. എന്നിട്ട് പീലാത്തോസിനെ പോലെ കൈ ഒഴിക്കോ. ഞാൻ അകത്ത് കിടന്ന് കമ്പി എണ്ണിക്കോളാം. പോരെ? ശേരൻകുട്ടി, എന്താ നട്ടല്ലില്ലെങ്കിൽ ഈ വേഷം ധരിക്കരുതായിരുന്നു. പള്ളിക്കൂടം മാതിയാരായിട്ട് കഴിഞ്ഞാൽ പോരായിരുന്നോ? ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാ ഈ നിലയിലെത്തിയത്. MLA മാരെ ചാക്കിലാക്കാനും ഇറക്കാനും കാശ് എവിടുന്നുണ്ടായെന്ന വിചാരം? അന്നേ അറിയാൻ പാടില്ലായിരുന്നോ? ഏലപ്പാറ LP സ്കൂളിലെ വെറും വാദ്യാര് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാവണമെങ്കിൽ പലതും സഹിക്കേണ്ടി വരുമെന്ന്. എന്തുണ്ടായിരുന്നു അവകാശപ്പെടാൻ പാരമ്പര്യമായിട്ട്? 1.5 സെന്റ് ഭൂമിയും ഒരു ഓലപ്പുരയും മുഷിഞ്ഞു നാറിയ ഒരു കതർ ഷർട്ടുമല്ലാതെ. ഇത് മുഴുവൻ കാശുകൊണ്ടുണ്ടാക്കിയതാ, വെറും കാശുകൊണ്ട് മാത്രം. അന്നൊക്കെ ശേഖരൻകുട്ടി ആവശ്യം പോലെ ഉപയോഗിച്ചില്ലേ? ഇന്നെന്താ മകനെ വേണ്ടാതായത്? അങ്ങനെ പറഞ്ഞു നീ എന്നെ ഇരുത്തിയൊന്നും വേണ്ട. അധികാരത്തിന്റെ സ്വാധീനം നിനക്ക് ആവശ്യമായിരുന്നു. എന്താ സംശയം? പിന്നെ മോക്ഷം കിട്ടാനാ ഇഞ്ചിക്കാട്ട് രാമകൃഷ്ണപിള്ളയെ മുഖ്യമന്ത്രിയാക്കാൻ ശേഖരൻകുട്ടി പാടുപെട്ടത്? ശേഖരൻകുട്ടി സാറിന്റെ പ്രശ്നം എന്താ? നാളെ അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന്റെ വായ അടയ്ക്കണം, പോരെ? അവരുന്നയിച്ച ആരോപണങ്ങളെ നേരിടാൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ആയുധം സാറിന് വേണം. അത്രയല്ലേ ആവശ്യമുള്ളൂ? അതുണ്ടാവും. ഞാൻ ഉറപ്പുവരുന്നു. പ്രതിപക്ഷത്തിന്റെ ലേബർ യൂണിയന്റെ യൂണിഫോമിന്റെ നിറം എന്താ? ബ്ലാക്ക്. റോസ്. അത് കുറെ സംഘടിപ്പിക്കണം. കൂലിക്കായാലും തെറ്റില്ല. നമ്മുടെ ആളുകൾക്ക് ആ യൂണിഫോം കൊടുക്കണം. എന്നിട്ട് ഇന്ന് രാത്രി ഭരണകക്ഷിയുടെ മെയിൻ റോഡിലുള്ള ഓഫീസ് തല്ലി തകർക്കണം. ഭരണകക്ഷിയിൽപ്പെട്ട ആരുടെ? സംശയിക്കേണ്ട, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഓഫീസ് തന്നെ. ആസിഡ് ബൾബോ സോഡാ കുപ്പിയോ കുന്തമോ കുറുവടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. ഓഫീസിനകത്ത് പാർട്ടിയുടെ പ്രവർത്തകർ കിടന്നുറങ്ങുന്നുണ്ടാവും. അവരെ വെറുതെ വിടണ്ട. ചെറുതായിട്ടൊന്ന് പെരുമാറിക്കൊള്ളൂ. പക്ഷെ സീരിയസ് ആകരുത്. ലോറൻസ്, നീ ഓർഗനൈസ് ചെയ്താൽ മതി, നേരിട്ട് ഇടപെടണ്ട. സാഗർ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഡീസന്റ് ഐഡിയ. എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ. എന്നാ തോന്നിയിട്ടുള്ളത്? കറക്റ്റ്. ആകാശവാണി, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബാലചന്ദ്രൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നുകൊണ്ടിരുന്ന കേരള നിയമസഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുവാൻ സാധിച്ചില്ല. ഇന്നലെ രാത്രി ഭരണകക്ഷിയിൽപ്പെട്ട കേരളദേശം പാർട്ടിയുടെ സിറ്റി ഓഫീസ് തല്ലിത്തകർത്ത പ്രതിപക്ഷത്തിന്റെ ക്രൂരമായ ചെയ്തികളെ പല പാർട്ടി MLA മാരും നിശിതമായി വിമർശിച്ചു. തുടർന്നുണ്ടായ ബഹളത്തിൽ സമ്മേളനം തുടരാനാവാതെ സഭ നിർത്തിവെക്കുകയാണുണ്ടായത്. പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളെ ധീരമായി നേരിടാൻ തയ്യാറായി തന്നെ ഇന്ന് നിയമസഭയിലെത്തിയ മുഖ്യമന്ത്രിയെ MLA മാരും പ്രശംസിക്കുകയുണ്ടായി. അറബിക്കടലിൽ പിള്ളേച്ച, അറബിക്കടലിൽ പിള്ളേച്ച, ജയ് ജയ് കേരള ദേശം, ജയ് ജയ് കേരള ദേശം, ഇഞ്ചിക്കാട നേതാവേ, ഇഞ്ചിക്കാട നേതാവേ, ധീരതയോടെ നയിച്ചോളൂ,
ഇഞ്ചിക്കാരൻ, ജയ് ജയ് ഇഞ്ചിക്കാരൻ. കള്ള കുള്ള പിള്ളേച്ച, കൊള്ളത്തരമോ രാഷ്ട്രീയം, അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ, മുഷ്ടി ചുരുത്തി എതിർത്തവർ ഞങ്ങൾ, തോറ്റിട്ടില്ല തോൽക്കുകയില്ല, കേരള ദേശം സിന്ദാബാദ്, ഇഞ്ചിക്കാരൻ സിന്ദാബാദ്, ജയ് ജയ് കേരള ദേശം, ജയ് ജയ് കേരള ദേശം, ജയ് ജയ് ഇഞ്ചിക്കാരൻ, ജയ് ജയ് ഇഞ്ചിക്കാരൻ. ഇഞ്ചിക്കാര നേതാവേ, ഇഞ്ചിക്കാര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. ലക്ഷം ലക്ഷം കള്ള കുള്ള പിള്ളേച്ച, കൊള്ളത്തരമോ രാഷ്ട്രീയം, അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ, മുഷ്ടി ചുരുത്തി എതിർത്തവർ ഞങ്ങൾ, തോറ്റിട്ടില്ല തോൽക്കുകയില്ല, കേരള ദേശം സിന്ദാബാദ്. കേട്ടില്ലേ? അസംബ്ലിയിൽ ഞാൻ നോട്ടീസ് നൽകിയപ്പോൾ ഇഞ്ചക്കാരൻ എന്തെങ്കിലും വേല കാണിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അയാൾ തുറുപ്പുരം തന്നെ ഇറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതല്ലാതെ വേറെ എന്തായിരുന്നാലും ശരി, അയാൾ ഇന്ന് വിവരം പറഞ്ഞേ. അതിന് തയ്യാറായാണ് ഞാൻ പോയത്. പക്ഷേ പാർട്ടി ഓഫീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോ സംഗതി വഷളായില്ലേ? അതിന് ഇക്കാര്യത്തിൽ പിള്ളച്ചേട്ടൻ നിരപരാധിയല്ലേ? അതെനിക്കും തനിക്കും അറിയാം. പക്ഷേ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയമെടുക്കില്ലേ? ഞാനീ പറഞ്ഞതൊക്കെ സ്ട്രിക്ട്ലി അൺഒഫീഷ്യൽ, ഓഫ് ദി റെക്കോർഡ്സ്. ഞങ്ങളുടെ അനുമാനങ്ങളാണ്, ശരിയാകണമെന്നില്ല. പിന്നെ നിങ്ങളിത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിസ്കിലായിരിക്കണം. അറിയാതെ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ മെൻഷൻ ചെയ്യരുത്. അത് പറയണോ? എന്ത് വന്നാലും അതിന്റെ റിസ്ക് എന്റെ മാഗസിൻ കവർ ചെയ്യും. അണ്ടർവേൾഡ് കിങ് സാഗർ ഇലിയാസ് ചാക്കി helps the chief minister to overcome the political crisis. എന്തു പറ്റി അശ്വതി? ഹേയ്, ഞാൻ എഴുതാൻ പോകുന്ന ആർട്ടിക്കലിന്റെ ക്യാപ്ഷൻ ഒന്ന് ആലോചിച്ചതാ. അധോലോക രാജാവിന്റെ രാഷ്ട്രീയ കുതിരക്കച്ചവടം. സാഗർ അഥവാ ജാക്കി മുഖ്യമന്ത്രിയുടെ രക്ഷയ്ക്ക്. ആ അപ്പോഴേ സാറേ, എനിക്ക് ജാക്കി ഒന്ന് പരിചയപ്പെടണം. അതിനെന്താ മാർഗം? അശ്വതി പരിചയപ്പെടാൻ മാത്രം അയാൾ അത്ര വലിയ ആളാണോ? ആഫ്റ്റർ ഓൾ ഈസ് എ തേർഡ് റേറ്റ് ക്രിമിനൽ. നിങ്ങൾക്കതായിരിക്കും, ബട്ട് ജേർണലിസ്റ്റ് ഈസ് എ ഹോട്ട് സബ്ജക്ട്. ഹോട്ട് സബ്ജക്ട്? ഈ റാസ്കൽസിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് എഴുതുന്ന നിങ്ങളെ വേണം പറയാൻ. അശ്വതിക്ക് വേറെ ജോലിയൊന്നുമില്ല. ജീവൻ എന്തിനാ ചൂടാവുന്നത്? എനിക്ക് ചായക്കോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. തെങ്ങിന്റെ കാറ്റുവീഴ്ചയെക്കുറിച്ചും റബ്ബറിന്റെ വിലയെക്കുറിച്ചും ഒക്കെ എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും. എന്നോടെ വേറെ വല്ല പണിയും നോക്കിക്കൊള്ളാൻ പറയും. പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളാ. ഹൗ ദേ കൺട്രോൾ ദ പൊളിറ്റിക്കൽ മെഷീനറി. അവർ പോലീസുകാരെ എങ്ങനെ അമ്മാനമാടുന്നു. പോലീസുകാരെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അയ്യോ, ഞാൻ സാറിനെ കുറിച്ചല്ല പറഞ്ഞത്. സാറ് മാത്രമല്ലല്ലോ, ഇവിടെ വേറെയും പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ. ആ പിന്നെ ജാക്കിയെ ഞാൻ കണ്ടുപിടിച്ചോളാം, വിത്തൗട്ട് യുവർ ഹെൽപ്പ്. എന്തൊക്കെയുണ്ട് കുട്ടമ്പിള്ളേ? ഓ, കാവൽ വരെയൊന്ന് പോകാൻ അറിയണ കുഞ്ഞെ. അല്ല, കുഞ്ഞിന് ഈ മന്ത്രിമാരെ എം എൽ എമാരെ ഒക്കെ വലിയ പിടിയല്ലയോ? പറഞ്ഞ് റോഡൊന്ന് ശരിയാക്കിയിരുന്നു. വാണ്ടി അങ്ങ് വീട്ടുമുറ്റത്ത് ചെല്ലത്തില്ല. ഞാൻ മന്ത്രിയായിട്ട് കുട്ടമ്പിള്ളേ റോഡൊക്കെ ശരിയാക്കാം. രാഘവൻ താനുമരുൾ ചെയ്തു, യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ. പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്ന് ലങ്കാപുരം. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്ന് ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടിരിനാർ. വാനരേന്ദ്രന്മാർ അഭയം തരീകെന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നീടിനാർ. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ട് കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വൻപനായുള്ളോരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം. നീ എപ്പോ വന്നു മോനെ? ഞാൻ അറിഞ്ഞതേയില്ല. രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ കരുതി. ഭഗവാനെ, ശ്രീരാമചന്ദ്ര.
ഇതൊന്നും മറന്നില്ലേ മോൻ? അമ്മ പഠിപ്പിച്ചതെന്നല്ലേ, എങ്ങനെ മറക്കാൻ? അമ്മേ, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? ഇല്ല, ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് കഴിച്ചില്ല. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, നീ വേഷം മാറിയിട്ട് വാ. അവിടെ ഇരിക്കേ. ആ? അമ്മ അവിടെ ഇരിക്കേ. എന്റെ കൂടെ താമസിക്കാൻ അമ്മ എന്നാ അങ്ങോട്ട് വരുന്നത്? ടൗണിൽ താമസിച്ചാ ശരിയാവില്ല മോനെ. എന്റെ കുളിയും തേവാരവും അമ്പലത്തിൽ പോക്കും ഒക്കെ മുടങ്ങും. അതിനവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല. പൈപ്പ് തുറന്നാൽ മതി, 24 മണിക്കൂറും വെള്ളം കിട്ടും. പിന്നെ അമ്മയ്ക്ക് വേണ്ട ദേവന്മാരൊക്കെ അവിടെ ഉണ്ട്. നിന്റെ കൂടെ വന്ന് താമസിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല മോനെ. ഞാൻ അവിടെ വന്ന് താമസിച്ചാൽ നിന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ ദിവസവും സന്ധ്യയ്ക്ക് ആരാ ഒരു തിരികൊളുത്തുക? എന്റെ കാലം കഴിയുന്നതുവരെയെങ്കിലും അതിന് മുടക്കം വരുത്തരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വടക്കേ പറമ്പി 10 മൂട് തെങ്ങ് വെക്കണം. കുറെ ചേനയുടെ വിത്തിരിപ്പുണ്ട്. മഴയ്ക്ക് മുമ്പ് അതൊക്കെ ഒന്ന് നടണം. ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ? പിന്നെ കിട്ടണം. എടാ, നീ എന്നെ കളിയാക്കുവന്നോ? ഞാൻ അമ്മയെ കളിയാക്കൂ? എന്നാ നീ 4-5 ദിവസം അവിടെ നിന്ന് പറമ്പിലെ പണിയൊക്കെ ചെയ്യിച്ചിട്ട് പോയേച്ചാ മതി. നല്ല കാര്യമായി. ഞാൻ അവിടെ നിന്ന് ഒരു ദിവസം മാറിയെന്നാൽ അവിടെ ആകെ കുഴപ്പത്തിലാവും. പിന്നെ 4-5 ദിവസം. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. നീ അവിടെ എന്ത് ബിസിനസ്സാ ചെയ്യുന്നേ? എപ്പോ ചോദിച്ചാലും എനിക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലുമൊക്കെ പറയും. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാ അമ്മയ്ക്ക് മനസ്സിലാവൂ? നിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒന്നും എനിക്കറിയണ്ട. എപ്പോ നോക്കിയാലും ടൂറും യാത്രയും തന്നെ. അല്ല, നീ കല്യാണം കഴിച്ചാ എന്ത് ചെയ്യും? അതല്ലേ കല്യാണം കഴിക്കാത്തത്. കഴുത എന്ത് ചോദിച്ചാലും തർക്കുത്തരവേ പറയൂ. ആ, അപ്പോഴേ എന്താ നിന്റെ ഭാവം? വയസ്സ് 28ആയി. ആ പുണ്യനായരുടെ മോള് വത്സല നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണ. കുടുംബം കൊണ്ടും ചേരും. വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. നീ അവളെ ചെന്നൊന്ന് കാണ്. നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആലോചിക്കാം. മോനെ, എടാ മോനെ, എന്തുറക്കമായത്? വാ, അകത്ത് പോയി കിടക്കാം. നീ പോന്ന വഴി ആ പുണ്യനാരുടെ അവിടെയൊന്ന് കേറിയേക്ക്. കൂട്ടത്തിൽ വത്സലയൊന്ന് കാണാൻ. കുന്തത്തിന് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. അതെ, മീനാക്ഷി അമ്മ ചൂടായാലും കാണാൻ നല്ല രസമാണ്. പോടാ അവിടുന്ന്. ഞാൻ പറ്റേ. എന്തൊരു വരവും പോക്കും അമ്മനെ ഇത്. അടുത്ത തവണ വരുമ്പോ 2 ദിവസമെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കണം. ശരി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എനി മെസ്സേജ്? വൺ മിസ്റ്റർ കിഷോർ വിളിച്ചിരുന്നു. 2:30 ഫ്ലൈറ്റിൽ ദുബായിക്ക് പോകും. അതിനു മുമ്പ് സാർ അർജന്റായി കോൺടാക്ട് ചെയ്യണമെന്ന്. ആ, ഇവിടെ നോ പാർക്കിംഗ് ആണ്. വണ്ടിക്ക് എന്തോ തകരാറ്. ഞാനൊരു മെക്കാനിക്കിനെ കൂട്ടി വന്നേക്കാം. ഓ, ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് വിട്ടെ. ആരുടെ വണ്ടി? സാഗർ സാറിന്റെ. സാഗർ സാറോ? നമ്മുടെ CM-ന്റെ മകന്റെ ഫ്രണ്ടാ. അതുകൊണ്ട് നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യാൻ വന്നു. വണ്ടി റിപ്പയർ ആണ് സാർ. മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കുക. കൃത്യമായി ഇവിടെ വന്നപ്പോ തന്നെ വണ്ടി റിപ്പയർ അല്ലേ? തള്ളി മാറ്റോ? ലോക്ക്ഡ് ആണ് സാർ. തള്ളി മാറ്റോ? എന്താ സാർ പ്രോബ്ലം? താനാരാ? ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥനാ. ഈ ഗ്ലാസ് എന്തിനാ പൊട്ടിച്ചേ? അതെന്താ എഴുതിയിരിക്കുന്നത്? നോ പാർക്കിംഗ്. പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന്. ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത്.
സാറ് ഇതുപോലെ എനിക്കും ചെയ്യാമല്ലോ. കേറാ വണ്ടിയില്. ഞാൻ കേറിക്കൊള്ളാം. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ മാപ്പി ചോദിക്കാം. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. ആളറിഞ്ഞൂടാത്തോണ്ടായിരിക്കാം. ചാർജ് എടുത്തിട്ട് 2-3 മാസമേ ആയുള്ളൂ. എന്നെ ആരും ബഹുമാനിക്കണ്ട. ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ നിങ്ങളെ ബോളർ ചെയ്യിച്ചിട്ടില്ലെന്ന്. കുറച്ചു ദിവസം പുറത്തേക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചോളൂ. സാഗർ വാ. മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാ ISP. സന്തോഷിന്റെ അനിയനോ? തന്നോട് ആര് പറഞ്ഞു? അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ, അയാൾ പറഞ്ഞതാ. എന്തേ കാണിക്കുന്നത്? ഇയാൾ എന്ത് ചെയ്തു? കണ്ടില്ലേ സാർ? സാഗർ, നിനക്കിതിന്റെ ആവശ്യമുണ്ടോ? കള്ളക്കടത്തിന്റെ നിന്നോടാ ചോദിച്ചത്. 3 നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാ വിശപ്പ് മാറും. മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസം കഴിയാ? നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ? സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം. ആ സാധനങ്ങളുടെ ഉടമസ്ഥൻ ഞാനല്ല. അത് വിറ്റാൽ എനിക്ക് 10-15 രൂപ കമ്മീഷൻ കിട്ടും. അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമില്ല. അതുകൊണ്ട് ശരി, നീ നാളെ ഓഫീസിലേക്ക് വാ. അപ്പോ ഇവന്റെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതൊന്നും പേടിക്കണ്ട, ആള് തന്നെ കവച്ചു വയ്ക്കും. ശേരൻകുട്ടി, അവനെ കൊല്ലരുത്. സന്തോഷിനെ കൊല്ലരുത്. അവനെന്റെ സാഗർ, ശേരൻകുട്ടി പ്ലീസ്. വഞ്ചനയ്ക്കും ചതിക്കും ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും ശരി. ₹1500 ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം. മാസം 15,000 രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി. 2 പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു. എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു. 50 ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത്. കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ? എന്നിട്ട് എന്തായി? എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാണിറങ്ങിപ്പോയോ? നിനക്ക് പെട്ടെന്ന് ASPയോട് ഒരു പ്രേമം തോന്നാൻ കാരണം എന്താ? എന്തിനാ അയാൾ വെറുതെ വിടാൻ പറഞ്ഞത്? അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞ്. നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ? ഇല്ല. ജാക്കി, ശേരൻകുട്ടി, എല്ലാം തീർന്നു. എല്ലാവരും ആകെ ഞാൻ ഉൾപ്പെടെ. എന്താടോ കാര്യം പറ. നോക്ക്, അഴിഞ്ഞതാ. കണ്ടില്ലേ, വലിയ ചതിയായിപ്പോയി. ഇതെങ്ങനെ അവരറിഞ്ഞു? അച്ഛൻ അറിഞ്ഞാ തീർന്നു. പിന്നെ ഇരിക്കപ്രതി ഉണ്ടാവില്ല. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടി? ആരാ ഇവരുടെ ആള്? ആളെ എനിക്കറിയാം. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു പെണ്ണ, അശ്വതി, നല്ല ഡീസന്റ് ആണ്. അയ്യോ, ഞാനല്ല അവർക്ക് ഈ ന്യൂസ് കൊടുത്തത്. അല്ല, സത്യമായിട്ടും അല്ല. ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരലന്ന സാധനമാണ്. രണ്ടാമതും കുത്തി പൊക്കുവോ? എന്തിന്? അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും അയാൾ കാണിക്കില്ല. സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ?
അയാളുടെ പാർട്ടിക്കാരല്ലാതെ ചെയ്തതെന്ന് അന്നേ അയാൾ മനസ്സിലാക്കി കാണും. തെളിയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അനങ്ങായിരുന്നത്. ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല. പിന്നെ ബോംബെയിൽ നിന്ന് വന്നൊരു മാഗസിനിലെ ന്യൂസ് വിലപ്പോവില്ല എന്ന് അയാൾക്കറിയാം. പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത്? മറിച്ചു പോ. എന്നാലും ആ പെണ്ണിന് ഈ ന്യൂസ് എങ്ങനെ കിട്ടി? അതൊന്നറിയണ്ടേ? സാഗർ, അവളോടൊന്ന് ചോദിച്ചാലോ? എന്ത് കാര്യം? ചോദിച്ചാൽ അവർ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ല അർത്ഥം. വേണ്ട, അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ചു നിർത്തുന്നതല്ലേ നല്ലത്? മേലിലെങ്കിലും പഠിക്കും. വേഗം ചെല ശേരൻകുട്ടി, എടുത്തേട്ടാ നിന്റെ കുഴപ്പം. പോയെ. ഹലോ. ഹലോ. പവർ ഫെയിലിയറാ. അത് തുറക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഒന്നുകിൽ കറണ്ട് വേണം, അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം. എക്സ്ക്യൂസ് മീ, ആ വീക്കിലി വന്നരാ. അശ്വതി വർമ്മ, ജേർണലിസ്റ്റ് ആണല്ലേ? അതെ. Underworld King Sagar Elias Jackie helps the Chief Minister to overcome the political crisis. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണോ? ഞങ്ങൾ നുണ എഴുതാറില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും അല്ലേ? സംഭവിച്ചല്ലേ എഴുതിയിരിക്കുന്നത്. താങ്ക്സ്. നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസ് ഒക്കെ കിട്ടുന്നത്? പല സോഴ്സും ഉണ്ട്. സോഴ്സ് എന്ന് വെച്ചാൽ വലിയ ആൾക്കാരെയൊക്കെ കൈമണി അടിച്ച്, അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തതല്ലേ? അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ? ഓ യെസ്, അറിയാം. അത് ശരി, അയാൾ പറഞ്ഞായിരിക്കും. അല്ല, ചിലരുണ്ടല്ലോ വീരവാദം മുഴക്കുന്നവർ, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. സാറിന് എന്താ ജോലി? ബിസിനസ്സാ. എന്ത് ബിസിനസ്? ഈ ബിസ്ക്കറ്റ് വെച്ചോടോ. ഹോൾസെയിൽ ആയിരിക്കും. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഓ, താങ്ക് ഗോഡ്. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. ജാക്കി. നല്ല സ്ഥലം. ചേച്ചി ഇവിടെ നില്ല, ഞാനിപ്പോ വരാം. വിളി വരാൻ പറ. ആ വരി വരി വരി. ആ വരി വരി ഇരിക്കി. നിങ്ങൾക്കിപ്പോ എന്തെല്ലാണ് വേണ്ടത്? എന്തൊക്കെയുണ്ട്? പൗഡർ, പെർഫ്യൂം, സാരി, പലതുണ്ട്. ആ, ഒന്ന് കാണട്ടെ. ഇരിക്കങ്ങള്. നീ നമ്മളെ ലാസ്റ്റാണ്. എന്ത് ചെയ്യും? നല്ല വറാവറില്ല. കുത്തിരിക്കങ്ങള്. ഇതെല്ലാം ഒറിജിനലാണോ?
ഡ്യൂപ്ലിക്കേറ്റിന്റെ കച്ചവടം നമുക്കില്ലല്ലോ. ആ പെർഫ്യൂം എടുക്കൂ. വൺ മാൻ ഷോ. സോപ്പ് അല്ല പൗഡർ അത് വേണ്ട, അത് വേണ്ട. യാഡ്ലി. പിന്നെ അത് വേണ്ട, ഇതൊരു പുതിയ സാധന. നിവ്യ. ഇതിനെന്താ വില? 125 റുപ്യ. ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാന്ന്. ഇതൊക്കെ എനിക്ക് വേണം. നിങ്ങൾക്ക് ഇതെല്ലാം എവിടുന്നാ കിട്ടുന്നത്? ഇമ്പോർട്ട് ചെയ്യുന്നതാ? ഇമ്പോർട്ടൊന്നും എനിക്കറിയില്ല. ഈ ഉരുല്ലേ മച്ചുവ അറബിന്റെ അവിടുന്ന്. പിന്നെ ചില പഹന്മാര് ദുബായിന്ന് വന്നിട്ട് ഡ്യൂട്ടി ഇറക്കാൻ കാശില്ലാതെ കറങ്ങുമ്പോ അവരോട് ചുളു വിലക്ക് കിട്ടണത്. ചുളു വിലക്ക് കിട്ടുന്നാണെങ്കിൽ വില കുറച്ച് തന്നൂടെ? വില പറഞ്ഞ പ്രശ്നമില്ല, ഫിക്സഡ് റേറ്റാ. അപ്പോഴേ ഈ ഒരു പുറംകടലിൽ വരുമ്പോ മച്ചുവയിൽ പോയി കളക്ട് ചെയ്യോ? അതിന് ഏജന്റുമാരുണ്ട്. അപ്പൊ ഈ ഏജന്റുമാര് കൊണ്ടുവന്ന ഇതൊക്കെ സപ്ലൈ ചെയ്യും അല്ലേ? അപ്പോ ഈ ഏജന്റുമാർക്ക് ഒരു തലവനുണ്ടാവും അല്ലേ? അദ്ദേഹമായിരിക്കും ജാക്കി. അല്ല, നിങ്ങൾ എന്തിനാ ഇതൊക്കെ സാധനം വാങ്ങാൻ വന്നാ വാങ്ങിപ്പോയ പോരെ? അപ്പം തന്നാ പോരെ? കുയ്യണ്ണോ നിങ്ങൾ? വനിതാ CID പോലീസല്ലേ? അല്ല അല്ല, നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അശ്വതി വർമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാ. സാധനം വാങ്ങാൻ വന്നതോ? നിങ്ങൾ CID പോലീസല്ലേ? അശ്വതി വർമ്മ പൊയ്ക്കൊള്ളൂ, പൊയ്ക്കൊള്ളൂ. എന്താ കഴിക്കാൻ സംഭവിച്ചത്? അത് പൊന്നാര മോനെ ഒരു ചെക്കൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാണ് പല. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. കമോൺ. അശ്വതി വർമ്മയ്ക്ക് എന്നെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ? അവർ വളരെ സെൻസിറ്റീവാണ്. ഒരു ജേർണലിസ്റ്റിന്റെ ചോദ്യം കേട്ട് സംശയിച്ചെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കായ്ക്ക് നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാനത് അപ്പോഴും മറന്നു. ലോറൻസ്, ഇവരെ വീട്ടിലേക്ക് ഒന്ന് വിട്ടേക്കൂ. അല്ല, എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ? ഒരു കാപ്പിയെങ്കിലും തന്നൂടെ? കമോൺ. താങ്ക്സ്. ഇതാണ് എന്റെ വീട്. കൊട്ടാരം എന്ന് പറയുന്നതായിരിക്കും ശരി. താങ്ക്സ്. എക്സ്ക്യൂസ് മീ, 1 minute. ഓ യെസ്. വെച്ച് വിളമ്പി തരാൻ ആരുമില്ല. വേലക്കാരൻ പുറത്തു വരികയാണ്. അതുകൊണ്ട് കോഫി ഇല്ല. ഹാവ് എ കൂൾ ഡ്രിങ്ക്. താങ്ക് യു. ഒറ്റയ്ക്കാണോ താമസം? അതെ. വേറെ ആരും? ഉണ്ട്. അമ്മ നാട്ടിലാണ്. Behind every fortune, there's a will. You are wrong. Behind every fortune, there is a crime. അശ്വതി വർമ്മയ്ക്ക് ജാക്കിയെ കുറിച്ച് എന്താ അറിയേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനുമുമ്പ് ഒരു കാര്യം, ഞാനൊരു ജേർണലിസ്റ്റാണ്. പലതും തുറന്നു ചോദിക്കും, പറയുന്നത് മാഗസീനിൽ വരും. അത് കാണുമ്പോൾ എന്നോട് മുഴുവൻ തോന്നരുത്. പത്രത്തെയും പത്രക്കാരെയും ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത്. ചോദിച്ചോളൂ. ബോംബെ അണ്ടർവേൾഡിൽ സാഗർ എന്ന ജാക്കി പ്രസിദ്ധനാണ്. എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല പ്രതീക്ഷിച്ചത്. കള്ളക്കടത്തുകാർക്ക് പ്രത്യേക വല്ല ലക്ഷണങ്ങളും ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ കള്ളക്കടത്തുകാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. സാഗർ ഒരു കള്ളക്കടത്തുകാരനായതിന്റെ പിന്നിലുള്ള പ്രചോദനം? ഈ മാഗസീൻസ് നിറയെ നിങ്ങളെപ്പോലുള്ള പത്രക്കാരെഴുതിയ അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളുടെ അധ്യായങ്ങളാണ്. ഹാജി മസ്താൻ, യൂസഫ് പട്ടേൽ, ദാവൂദ് ഇബ്രാഹിം, വരദരാജ മുതലയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യപരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ. ചോരത്തിളപ്പും തന്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ആയിത്തീരാൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ തെറ്റ്? അല്പം ബുദ്ധിയും ഏറെ ഭാഗ്യവും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കടത്തുകാരനാകാം. സൊസൈറ്റി അവരെ ബഹുമാനിക്കുന്നു. രാഷ്ട്രീയക്കാർ അവരുടെ മുമ്പിൽ ആജ്ഞ സ്വീകരിക്കാൻ ഓച്ഛാനിച്ചു നിൽക്കുന്നു. എന്തിനും തയ്യാറായ അനുയായികൾ. അവർക്ക് അവരുടേതായ ലോകവും നിയമവും. അവിടെ അവരെ ഭരിക്കാൻ ആരും വരില്ല.
മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ എ ക്ലാസ് ജയിലും കുറെ പിഴയും. വിൽ നോട്ട് എ യങ് മാൻ വിൽ ബി ടെംപ്റ്റഡ് മിസ് ജേർണലിസ്റ്റ്. ഞായറാഴ്ച കണ്ണാടി, സൺഡേ മിറർ, ശവം. ആ ശേരൻകുട്ടി ജപ്യാനില്ലേ? താമ്പോ ഞാൻ അയ്യോ അത് പറ്റില്ല, കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ ശേരൻകുട്ടി പറഞ്ഞത്. സോറി, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോണം. സാരമില്ല, ഞാൻ പിന്നെ വരാം. അശ്വതിയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറയാം. ആ. Come on. ലോറൻസ്, ഇവരെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കൂ. വരട്ടെ. ആ. വണ്ടി എവിടെ? വണ്ടി എക്കട ഉന്തി. നിന്റെ ഒരു മുടിഞ്ഞ തെലുങ്ക്. എന്റെ അച്ഛൻ ആന്ധ്രാക്കാരനായി പോയതിന് മതി മതി, ഞാൻ കുറെ കേട്ടതാ. അക്കടെ